ജൂൺ 1 തൊട്ട് സ്കൂളിൽ പോകാൻ പോകുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടിയും ചേച്ചിയുടെ വക കുറച്ച് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റാണ് ഇത്. ആദ്യം നമ്മൾ ഉണ്ടാക്കിയ മിനി നോട്ട് ബുക്കാണ്. അടുത്തത് പെൻസിലിൻ്റെ മുകളിൽ വെക്കാൻ പോകുന്നൊരു ടോപ്പറല്ലേ, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ അവിടെ ബട്ടർഫ്ലൈ ഉണ്ടാക്കി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ ഉണ്ടാക്കിയെടുക്കാവേ. നല്ല സൂപ്പറായിട്ട് പെൻസിലിൻ്റെ മുകളിൽ ഫിറ്റ് ആവുകയൊക്കെ ചെയ്യും. അടുത്തത് എല്ലാ വർഷവും ഒരേപോലത്തെ സ്കെയിലിൽ കൊണ്ട് നമുക്ക് ഇതാണ് വെറൈറ്റി ആയിട്ട് ഇതുപോലെ സ്കെയിൽ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടാണ്. പിന്നെ യൂണീക്കായിട്ട് നമുക്ക് നെയിം സ്ലിപ്പ് ഉണ്ടാക്കാം. ഇങ്ങനത്തെ നെയിം സ്ലിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സ്കൂളിൽ നിങ്ങൾക്ക് മാത്രമേ ഇങ്ങനത്തെ നെയിം സ്ലിപ്പ് കാണത്തുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പടം വരയ്ക്കുക, ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുക, എന്നിട്ട് കളർ ചെയ്ത് അടിപൊളിയാക്കി എടുക്കുക. ഇത് വേണമെങ്കിൽ നമുക്ക് സെലോ ടേപ്പ് മുകളിൽ ഒട്ടിച്ചിട്ട് അങ്ങനെ വെക്കാം. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് പേര് എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ സെലോ ടേപ്പ് ഒട്ടിക്കണം. അപ്പോൾ അത് വാട്ടർ പ്രൂഫ് ആയിട്ടിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഗം വെച്ചിട്ടാണെങ്കിലും ബുക്കിൽ ഒട്ടിക്കാം. അടിപൊളിയാണ് സാധനം. അപ്പം ഈ വർഷം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊണ്ടുപോയി നോക്കണേ. അടുത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്കൂളിൽ ടൈം ടേബിൾ കിട്ടുമല്ലോ. അപ്പോൾ ടൈം ടേബിൾ എന്നും ഈ ഡയറിയുടെ പുറകെ നോക്കി രാവിലെ എടുത്ത് വെക്കാനുള്ള സമയം കാണത്തില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതി ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നോക്കി എന്നും ടൈം എടുത്തുകൊണ്ട് പോകാൻ പറ്റുമായിരിക്കും. പക്ഷേ നിങ്ങളിത് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 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 മാസമൊക്കെ കഴിഞ്ഞിട്ടേ ചെയ്യാവൂ. കാരണം നമുക്ക് മിക്ക സ്കൂളുകളിലും ആദ്യമേ തരുന്ന ടൈബിൾ ആയിരിക്കത്തില്ലല്ലോ, പിന്നീട് മാറ്റിക്കൊണ്ടിരിക്കുക ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളിതിൽ സബ്ജക്റ്റ് ഫില്ല് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ഇതിപ്പോൾ ഒരു മണ്ടത്തരം പറ്റിയത് ഞാൻ സൺഡേന്ന് അങ്ങ് തുടങ്ങി. അതാണ് എനിക്ക് ഫ്രൈഡേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ മണ്ടത്തരം ഒന്നും പറ്റാതെ നല്ലതായിട്ട് ചെയ്യണേ. അതുകൊണ്ട് നമ്മൾ സബ്ജക്റ്റൊക്കെ ഞാൻ ചുമ്മാ റാൻഡായിട്ട് എഴുതിയ സബ്ജക്റ്റാണിത്. എന്നിട്ട് കുറച്ചിട്ട് അട്രാക്റ്റീവ് ആകാനായിട്ട് കുറച്ച് കളറൊക്കെ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റീവ് ചെയ്യാം. അടുത്തത് നമ്മുടെ പെൻസിൽ, പേന, സ്കെയില്, റബ്ബർ, കട്ടർ, അങ്ങനത്തെ ഇപ്പോൾ ഗമ്മ്, സ്റ്റേപ്ലെയർ, ഇതൊക്കെ വഴിയാധാരമായിട്ട് കിടക്കുമായിരിക്കും. അതൊക്കെ നമുക്ക് ഒതുക്കി ഓർഗനൈസറാണേ. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ്.